TC എന്നെ വേറൊരു സ്കൂളിലും പഠിക്കാൻ അനുവദിക്കൂല. ഞങ്ങൾ TC തരുമ്പോൾ അതിൽ റെഡ് മാർക്ക് ചെയ്യും. വേറൊരു സ്കൂളിലും പോകാൻ പഠിക്കാത്ത രീതിയിൽ തന്നെ ആക്കുന്നൊക്കെ ടീച്ചർ ഭീഷണിപ്പെടുത്തിയെന്ന്. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി തേജസിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാണ്. സ്കൂൾ മാനേജ്മെന്റിനും പ്രധാനാധ്യാപികയ്ക്കും എതിരെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നത്. വിദ്യാർത്ഥിയുടെ മരണം സംഭവിച്ചിട്ട് ഏകദേശം ഒരാഴ്ചയിലധികം ദിവസമായി. സ്കൂൾ മാനേജ്മെന്റ് ഇതുവരെ പ്രതികരിച്ചില്ല എന്നൊരു വലിയ വിമർശനം കുടുംബം ഈ ഒരു ഘട്ടത്തിൽ ഉയർത്തി കാണിക്കുന്നുണ്ട്. TC നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥിയെ മാനസികമായി തളർത്തിയതാണ് മരണത്തിന് കാരണമെന്നാണ് കുടുംബം ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത്. മരണപ്പെട്ട തേജസിന്റെ കുടുംബം വലിയ രീതിയിലുള്ള വിമർശനമാണ് മാനേജ്മെന്റിന് നേരെ ഉയർത്തുന്നത്. മരണപ്പെട്ട തേജസിന്റെ പിതാവ് ഹരീഷ് ചാനൽ 10 പ്രേക്ഷകരോട് പ്രതികരിക്കുന്നു. നമ്മളോടൊപ്പം മരണപ്പെട്ട വിദ്യാർത്ഥി തേജസിന്റെ പിതാവ് ഹരീഷ് കൂടെയുണ്ട്. എന്തായാലും സ്കൂളിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ പ്രതികരണം? എന്താണ് മരണത്തിനിടയാക്കിയ കാരണം? മരണത്തിനിടയാക്കിയ കാരണം എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിന്റെയും പ്രിൻസിപ്പാളുടെയും തെറ്റായ നടപടിയാണ്. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കലും മുട്ടുത്തി നിർത്തി പീഡിപ്പിക്കലും, പിന്നെ സ്കൂളിലെ ബുദ്ധിമുട്ട് കാരണം കുട്ടി സ്കൂളിൽ പോണില്ല എന്ന് പറഞ്ഞപ്പം ഈ സ്കൂളിൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ സ്കൂളിലേക്ക് ഗവൺമെന്റ് സ്കൂളിലേക്ക് അഡ്മിഷൻ സെറ്റാക്കി കൊടുക്കാന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്താണ്. TC തരണം എന്നും പറഞ്ഞതാണ്. എല്ലാ വിഷയത്തിലും അവൻ പാസ്സാണ്. പ്രസന്റേഷൻ സ്കൂൾ മാത്രം നടത്തുന്ന MSc എന്ന് പറഞ്ഞൊരു എക്സാമിൽ ഫെയിലാണെന്നുണ്ട്. ആ എക്സാം നിർബന്ധപൂർവം എഴുതണം എന്ന് പറഞ്ഞ് പ്രിൻസിപ്പൾ നിർബന്ധം പിടിച്ചു. ഈ MSc എക്സാം പ്രസന്റേഷൻ്റെ മാത്രമാണെന്നുള്ളത് കൊണ്ട് ഗവൺമെന്റ് സ്കൂളിൽ അത് വേണ്ട, അത് എഴുതേണ്ട ആവശ്യമില്ലെന്ന് അവൻ്റെ മറ്റ് ടീച്ചർമാരും ഞങ്ങളും പറഞ്ഞത്. അപ്പോൾ പ്രിൻസിപ്പൾ നിർബന്ധമായിട്ട് അത് എഴുതിയാലേ TC തരുള്ളൂ എന്ന് ചാടിയും പിടിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് തിങ്കളാഴ്ച 27-ാം തീയതി അവൻ എക്സാം എഴുതി. എക്സാം റിസൾട്ട് പാസ്സാണെന്നും പറഞ്ഞു. 2-ാം തീയതിയാണ് എക്സാമിൻ്റെ റിസൾട്ട് വരിക, TC തരേണ്ട ദിവസം. അന്ന് റിസൾട്ടിൻ്റെ അന്ന് രാവിലെയാണ് കുട്ടി ഇത് ചെയ്തിട്ടുള്ളത്. ഈ നിർബന്ധപൂർവം MSc എക്സാം എഴുതിക്കുകയും അതിൻ്റെ ഒപ്പം പറഞ്ഞത് TC എന്നെ വേറൊരു സ്കൂളിലും പഠിക്കാൻ അനുവദിക്കൂല. ഞങ്ങൾ TC തരുമ്പോൾ അതിൽ റെഡ് മാർക്ക് ചെയ്യും. വേറൊരു സ്കൂളിലും പോകാൻ പഠിക്കാത്ത രീതിയിൽ തന്നെ ആക്കുന്നൊക്കെ ടീച്ചർ ഭീഷണിപ്പെടുത്തിയെന്ന് കുട്ടി 1-2 പ്രാവശ്യം ഞങ്ങൾക്ക് പറഞ്ഞു. ഞങ്ങളതൊക്കെ അവന് പറഞ്ഞ് മനസ്സിലാക്കണം. അതൊന്നും ടീച്ചർക്ക് ചെയ്യാൻ കഴിയില്ലടാ, അതിനെ പറ്റി ബേജാറാവണ്ട, അഡ്മിഷനൊക്കെ നമ്മൾ ശരിയാക്കണമെന്നൊക്കെ അവൻ്റെ അടുത്ത് പറഞ്ഞതാ. ഇവർ പല രീതിയിലും പലപ്പോഴും ഈ കുട്ടീനെ അല്ല, വേറെ മറ്റു പല കുട്ടികളുണ്ട്, നമുക്കറിയുന്ന കുട്ടികളുണ്ട്. അവരൊക്കെ ഈ ജിഷ എന്ന് പറയുന്ന ടീച്ചർ മോശം രീതിയിലാണ് പ്രിൻസിപ്പൽ എടുത്ത് കൊണ്ടുപോകണം, ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നത്. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കരുത് എന്ന് ഞാനും ഭാര്യയും പോയിട്ട് ടീച്ചറടുത്ത് പറഞ്ഞു. ഞങ്ങൾ ഈ വർഷം കൂടി ഉള്ളൂ ഇവിടെ, ഇത് ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾ ഗവൺമെന്റ് സ്കൂളിലേക്കോ വേറെ ഏതെങ്കിലും സ്കൂളിലേക്കോ ഞങ്ങൾ പോയിക്കൊണ്ടെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ഈ വിഷയം 2-ാം തീയതി മറ്റേ TC MScന്റെ റിസൾട്ട് വന്ന് TC തന്നാലുള്ളൂ വേറെ സ്കൂളിലേക്ക് പോകാൻ പറ്റും. അതിൽ റെഡ് മാർക്ക് ചെയ്യുമെന്ന് പറഞ്ഞത് അവന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. 1-2 പ്രാവശ്യം ഞങ്ങളടുത്ത് പറയുകയും ചെയ്താണ്. നമ്മളത് കുഴപ്പമില്ല, MScന്റെ വേറെ സ്കൂളിലേക്ക് പോകുമ്പോൾ MScന്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ. ആ റിസൾട്ടിൻ്റെ അന്നും 2-ാം തീയതിയാണ് അത് ചെയ്തത്. ടീച്ചർമാരുടെ ഭാഗത്ത് ഭയങ്കര അനാശുണ്ട്. മുട്ടിൽ നിർത്തിയെന്നും പിന്നെ ഒരു കൊലപ്പുള്ളിയെ കാണുന്ന രീതിയിൽ എന്നെ കാണുന്നുണ്ട് എന്നൊക്കെ 2-3 പ്രാവശ്യം അമ്മേൻ്റെ അടുത്ത് എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. പക്ഷെ എന്നാലും റിസൾട്ടിൻ്റെ അന്നാണ് അവന് സഹിക്കാൻ പറ്റാതെ ചെയ്തു പോയത്. പിള്ളേരുടെ ഭാഗത്ത് ഭയങ്കരമായ വീഴ്ചയുണ്ട്. അത് അവർ അപ്സെറ്റ് ചെയ്യാൻ അവർ തയ്യാറുമല്ല. പോരാത്തതിന് ഈ കുട്ടി ഇങ്ങനെ സൂയിസൈഡ് ചെയ്തിട്ട് സ്കൂളിൻ്റെ ഗ്രൂപ്പിലോ വേറെ ഒരു ഗ്രൂപ്പിലോ അവർ അത് പറയാനും അറിയിക്കാനും ഇതുവരെ തയ്യാറായിട്ടില്ല. നമ്മൾ അനിയനൊക്കെ പോയി സംസാരിച്ചപ്പോൾ അവർ ഒരു ധാർഷ്ട്യത്തോടു കൂടിയാണ് തിരിച്ച് സംസാരിക്കുന്നത്. ഞങ്ങളെ ഭാഗത്തൊരു തെറ്റില്ല, ഞങ്ങൾ കുട്ടി ചെയ്തതിന് ഞങ്ങളുടെ അടുത്ത് എന്തിനാണ് പറയണമെന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോഴും അവരുടെ മനോഭാവം. അവൻ്റെ കൂടെ പഠിച്ച ഒരുപാട് കുട്ടികളുണ്ട്. കുട്ടികളും മറ്റു പല ടീച്ചേഴ്സ് പോലും ഈ സംഭവം അറിഞ്ഞിട്ടില്ല. അവർക്കൊരു അവസാനം ഒരു നോക്ക് കാണാനുള്ള അവസരം പോലും ഈ പ്രിൻസിപ്പളും സ്കൂൾ അധികാരികളും അനുവദിച്ചിട്ടില്ല. അവരെ കാണാൻ പോലും അനുവദിച്ചിട്ടില്ല. സ്കൂളിനെതിരെ പൊതുവെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. സമാന അനുഭവങ്ങളുള്ള ചില മക്കളുണ്ടെന്നും അവർ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഇത്തരം അനുഭവങ്ങളുള്ള ആരെങ്കിലും തുറന്നു പറഞ്ഞിരുന്നു?
1-2 പേര് നമ്മുടെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തന്നെ നമ്മളെ വീട്ടിലൊരു പേരന്റ്, ജൂബിലി റോഡുള്ള ഒരു പേരന്റ് വന്നിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ട് ആരുടെ വേണമെങ്കിൽ ഞാൻ സംസാരിക്കാം, എൻ്റെ കുട്ടിക്ക് ഇതേപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ ഒരു കുട്ടിക്ക് മറ്റേ തട്ടമിട്ടില്ല എന്നോ അങ്ങനെ എന്തോ ഡിസിപ്ലിൻ പാലിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരു 2 വർഷം മുന്നേ ഒരു ശിക്ഷാ നടപടിയൊക്കെ അവിടെ നിന്ന് ഉണ്ടായത് പറഞ്ഞിട്ടുണ്ട്. മറ്റ് പല രക്ഷിതാക്കളും ഞങ്ങളുടെ അടുത്ത് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എവിടേക്കാച്ചാൽ പറഞ്ഞോളൂ, വിളിച്ചോളൂ, നമ്മൾ വരാം, നമ്മളെ കുട്ടികൾക്കുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ നമ്മളെ കുട്ടിക്ക് സംഭവിച്ചു പോയി. ഇനിയൊരു കുട്ടിക്ക് ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിതിൻ്റെ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നത്. ഒരു കുട്ടിക്ക് പോലും ഇനി ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. നമ്മളെ കുട്ടി പോയി, നമുക്ക് തിരിച്ചു കിട്ടൂലല്ലോ. ഇനിയൊരു കുട്ടിക്കും ഇങ്ങനെ സംഭവിക്കരുത്, അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ കഴിയുന്ന രീതിയിലൊക്കെ പ്രതികരിക്കും. മരണം സംഭവിച്ചിട്ട് ഏകദേശം ഒരാഴ്ചയിലധികം ദിവസങ്ങളായി. എങ്ങനെയാണ് സ്കൂൾ മാനേജ്മെന്റ് നിങ്ങളോട് ഇപ്പോൾ പ്രതികരിക്കുന്നത്? സ്കൂൾ മാനേജ്മെന്റ് ഏതോ 2-3 ടീച്ചേഴ്സ് ആ സമയത്ത് വന്നു. അന്നത്തെ ഞങ്ങളെ മാനസികാവസ്ഥ വെച്ചിട്ട് ടീച്ചറാണോ മാഷാണോ അതോ സുഹൃത്തുക്കളാണോ ആരാ വന്നെന്ന് പോലും അറിയില്ല. 1-2 ടീച്ചേഴ്സ് വന്നു എന്ന് പിന്നീട് ഓരോരുത്തർ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഏതോ ആ ടീച്ചർ വന്നിരുന്നു, ഈ ടീച്ചർ വന്നിരുന്നു. പക്ഷെ എന്നാലും അവനെ ഇഷ്ടപ്പെട്ട ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. അവർക്ക് 1-2 ടീച്ചേഴ്സ് വന്നു എന്ന് കേട്ടു. പക്ഷെ അവന് ഇഷ്ടപ്പെട്ട പല ടീച്ചേഴ്സും ഞങ്ങൾ പേഴ്സണലായിട്ട് വിളിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും പുറത്ത് പറയാൻ കഴിയില്ലല്ലോ, അവിടുത്തെ സ്റ്റാഫുകളല്ലേ. അപ്പൊ അവര് ഞങ്ങൾക്ക് കാണാനുള്ള ഒരു അവസരം പോലും മാനേജ്മെന്റ് തന്നില്ല എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അത് നമ്മളാരാ ഇന്ന ആളെന്നൊന്നും പറയാൻ നമ്മൾ തയ്യാറല്ല, അവരുടെ ജോലിന്റെ ഭാഗം കൂടിയല്ലേ. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി തേജസ് മരണപ്പെട്ടിട്ട് ഒരാഴ്ചയിലധികം ദിവസമായി മാനേജ്മെന്റിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനവുമായി കുടുംബം രംഗത്ത് വരികയാണ്. മരണം സംഭവിച്ചിട്ട് ഏകദേശം ഒരാഴ്ചയിലധികം ദിവസമായിട്ടും ഒന്നും പ്രതികരിക്കാൻ മാനേജ്മെന്റ് തയ്യാറാവുന്നില്ല എന്ന വിമർശനം കൂടെ കുടുംബം ഉന്നയിക്കുകയാണ്. ശക്തമായ നിയമ നടപടികളുമായി കുടുംബം മുന്നോട്ട് പോകുമെന്നും നീതി ലഭിക്കുന്നത് വരെ അവസാന ഘട്ടം വരെ പോരാടുമെന്നും കൂടി കുടുംബം പറഞ്ഞു വെക്കുകയാണ്. പെരിന്തൽമണ്ണയിൽ നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂദിനൊപ്പം അജ്നാസ് കുടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.